ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വടക്കേക്കര റാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായോ? സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോകത്തില്ല. നമുക്ക് ആരെങ്കിലും എടുത്തെറിയാം. എന്ത് രസകരമായ ഒരു സംഭവമാണ് കുട്ടികൾക്ക് കളിക്കാൻ. നിങ്ങളുടെ കുട്ടികൾക്ക് ആരെ കൊണ്ടെങ്കിലും ഒരെണ്ണം നിർമ്മിച്ചെങ്കിലും കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതാണ് ഓലപ്പന്ത്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ സ്കൂളുകളൊക്കെ അടച്ചു വരുന്ന ഒരു സമയമാണിപ്പോഴ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പല കാര്യങ്ങളായിട്ട് വെക്കേഷനോ ടൂറോ മറ്റു കാര്യങ്ങളോ ഒക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. പണ്ട് കാലത്ത് ഒന്നും പറയത്തില്ല. പണ്ട് പറയുന്നത്, എനിക്കൊരു പന്ത് കെട്ടിത്താച്ച, അല്ലെ അപ്പൂപ്പ, അല്ലെ അമ്മൂമ്മ, അല്ലെ വല്യച്ഛ, വല്യമ്മച്ചി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, എനിക്കൊരു ഓല പീപ്പി ഉണ്ടാക്കിത്താ എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലങ്ങളൊക്കെ മാറിപ്പോയെങ്കിലും ആ പഴയ കാലഘട്ടത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് ചെയ്തിരുന്നതിൽ ഒരു ചെറിയ കാര്യമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ മറന്നു പോയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ഓലപ്പന്ത് കെട്ടുന്നത്, പന്ത് കളിക്കുവാൻ വേണ്ടിയിട്ട് ഓലപ്പന്ത് കെട്ടുന്നത്. എന്തിനാണ് ഓലപ്പന്ത് കെട്ടുന്നത്? നമുക്ക് കുട്ടികൾക്ക് ദോഷമുണ്ടാവത്തില്ല, അവരുടെ ദേഹത്ത് നിന്ന് തട്ടിയാൽ പോലും അവർക്ക് മുറിവുണ്ടാവാത്ത രീതിയിലുള്ള പന്തുകളായിരുന്നു ഓലപ്പന്ത്. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 2 ഓല നമ്മൾ പച്ച ഓല ഇരിഞ്ഞെടുക്കുകയാണ്. ഈ ഓല കീറിൽ നിന്ന് നമ്മൾ ഈർക്കിൽ മാത്രം ഉരിഞ്ഞങ്ങ് മാറ്റുകയാണ്. അതാണ് ഓലപ്പന്തിന് നമുക്ക് ഈർക്കിലിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഓല മാത്രം മതി. ഈർക്കിൽ ഇരിഞ്ഞു മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓല രണ്ടും രണ്ടായി പിരിഞ്ഞു പോകാതെ, ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ഭാഗം ഒരു കാരണവശാലും പിരിഞ്ഞു പോകരുത്. പിന്നെ നമുക്കതിനെ കൂട്ടിക്കെട്ടാൻ പ്രയാസമായതുകൊണ്ട് ഈർക്കിൽ മാത്രം നമ്മൾ എടുത്ത് കളയുക. അങ്ങനെ 2 ഓല എടുക്കുക. 2 ഓല എടുത്തു നമ്മളതിനെ പന്താക്കാൻ പോവുകയാണ്. നമ്മൾ 2 ഓല തമ്മിൽ കൊരുത്തു വെച്ചിട്ട് നമ്മുടെ വലതുവശത്തെ ആ ഓലക്കാലെടുത്ത് നമ്മൾ വീണ്ടും ഇടത്തോട്ട് കൊടുത്തു. ഇടതുവശത്തെ ഓലക്കാലെടുത്ത് നമ്മൾ അകത്തോട്ടാക്കി. വീണ്ടും നമ്മളതിനെ നിരപ്പാക്കിയിട്ട് വീണ്ടും വലത്ത് നമ്മുടെ ഏറ്റവും വലതറ്റത്ത് നിൽക്കുന്ന ഓല എടുത്ത് ഇടത്തോട്ട് കൊടുത്തു. ഇടത്തെ ഓല എടുത്ത് വലത്തോട്ടാക്കി. ഇത്രയേ ഉള്ള കാര്യം. ഇങ്ങനെ നമ്മൾ മെടഞ്ഞങ്ങ് പോവാണ് നമ്മളതിനെ. എന്നിട്ട് ഇതിൻ്റെ അടിത്തുമ്പ് ഇതിനകത്ത് ഒതുക്കി നമ്മൾ വയ്ക്കുക. വീണ്ടും നമ്മൾ മെടഞ്ഞങ്ങ് പോവുകയാണ്. ഈ 2 തുമ്പ് വരുന്നതും ഈ മൂലഭാഗം, ഈ മൂല എന്ന് പറയുന്ന 4 മൂല വരുന്ന ആ മൂലഭാഗത്ത് ആ തുമ്പുകൾ രണ്ടെണ്ണവും ചേർന്ന് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ മെടഞ്ഞെടുക്കാൻ. ഓലയുടെ വീതി അനുസരിച്ചാണ് പന്തിൻ്റെ വലിപ്പം ഉണ്ടാകുന്നത്. പക്ഷെ പണ്ട് കാലത്ത് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ബിരുദന്മാരെന്ത് ചെയ്യുമെന്നറിയോ? ഇതിനകത്ത് കല്ലുമൊക്കെ കയറ്റി വയ്ക്കും. എന്തിനാണ്? മറ്റുള്ളവർക്ക് എറിയുമ്പോൾ ദേഹത്ത് കൊണ്ട് നോവാൻ. പക്ഷേ അതല്ല, ഇത് നോവുന്ന സംഭവമൊന്നുമില്ല ഇതിനകത്ത്. ധാരാളം ദേഹത്ത് കൊണ്ടാലും ഒരു നോവും ഉണ്ടാവത്തില്ല. ഇത് വെറും ഓല മാത്രമാണ്. അത് കൂടുതൽ ഹാർഡാവാൻ, അതായത് മറ്റുള്ളവരുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നോവാനായിട്ട് അവരെന്ത് ചെയ്യും? ഇതിനകത്തൊരു കല്ലൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് മെടഞ്ഞ് ഇതിനെ റെഡിയാക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ചില ബിരുദന്മാർ മാത്രമേ ചെയ്യൂ. മുത്തച്ഛന്മാരും ഒന്നും ചെയ്തു തരത്തില്ല. കാരണം കുട്ടികൾക്ക് നോവരുത്, ദേഹത്ത് കൊണ്ടാലും നോവരുത് എന്നുള്ള രീതിയിൽ. അന്ന് ക്രിക്കറ്റ് ബോളും ടെന്നീസ് ബോളും ചെറിയ ബോളുകൾ, പ്ലാസ്റ്റിക് ബോൾ, റബ്ബർ ബോളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്ന് കച്ചിപ്പന്ത്, ഇതുപോലുള്ള പന്തുകൾ, കച്ചിപ്പന്ത് നിങ്ങൾ കെട്ടുന്നുണ്ടോ? ഇല്ല, ഒരു ദിവസം കാണിച്ചു തരാം നിങ്ങളെ കച്ചിപ്പന്ത് കെട്ടുന്നത്. ഇങ്ങനെ ഓലപ്പന്ത് കെട്ടി, ഓലപ്പന്ത് കളി എന്ന് പറയുന്നത് ഒരു വിശേഷമുള്ളൊരു സംഭവമായിരുന്നു. വളരെ വിശേഷപ്പെട്ട ഒരു സംഭവമായിരുന്നു കുട്ടികൾക്ക്. ഓലപ്പന്ത് മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓലപ്പന്ത് ഒരുപാട് ചുറ്റുകളായി കഴിഞ്ഞു. ഇനി അത് പെട്ടെന്നങ്ങ് പോകത്തില്ല, അത് നല്ല ബലമായി കഴിഞ്ഞു. ഓലപ്പന്ത് എന്ന് പറയുന്ന ചതുരമാണ്. ആ ചതുരത്തിലുള്ള ഓലപ്പന്താണ് ഈ ചെയ്യുന്നത്. ഈ സംഭവം ഇതിനകത്ത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ കൊരുത്ത് വയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഓലകളെ കൊരുത്തെടുക്കുകയാണ്. എല്ലാ ഓലകളും പഴയതുപോലെ തന്നെ നമ്മളിതിനകത്ത് ചുറ്റിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിനെ സുരക്ഷിതമാക്കിയിട്ട് ഈ തുമ്പുകളെ ഒളിപ്പിച്ചു വെക്കണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഇത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമ്മൾ ആ ഓലയുടെ ഒരു വശം ഒരല്പം ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഈ തുമ്പ് അതിനകത്തൂടെ അങ്ങ് എടുക്കുക. ഇങ്ങനെ. എന്നിട്ട് അതിനെ തിരിച്ച് മടക്കി അതിനുള്ളിലേക്ക് തന്നെ കടത്തി അങ്ങ് വിടുക. അപ്പോൾ ആ തുമ്പിനെ ഒളിപ്പിച്ച് കഴിഞ്ഞു.
മുറുക്കി പിടിച്ചിട്ട് അതിനകത്തൊരു കാരണവശാലും ലൂസ് കിടക്കാത്ത രീതിയിൽ മറ്റുള്ള തുമ്പുകൾ അതിനകത്ത് കയറി പോകത്തക്ക രീതിയിൽ വേണം നമ്മളത് വയ്ക്കാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതോ, അപ്പോൾ ഈ ഓലപ്പന്ത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നിർമ്മിച്ച ഈ ഓലപ്പന്ത് നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. ഇതിന് വലിയ ടെക്നിക്കൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം കുട്ടികൾക്ക് ഉപയോഗിക്കുവാൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സാധനമാണ്. അവർക്ക് ശരീരത്തിന് ഇത് പരസ്പരം എറിഞ്ഞാൽ പോലും വേദന ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ഇതിങ്ങനെ തട്ടിക്കളിക്കാം, നമുക്ക് തോട്ടിൽ ഇട്ട് കളിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ ഒരു സംഭവം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കാതെയിരിക്കുക.